വലിയൊരു കൗതുകം എന്താന്ന് വെച്ചാൽ ഈ സ്വർണം വെള്ളി ആ ഉപരിലോകത്തുനിന്ന് ഇറങ്ങിയെന്ന് ഖുറാനിലില്ല. ആകാശത്തുനിന്നോ അല്ലെങ്കിൽ ഉൽക്കാപ്രവാഹം വഴിയൊക്കെ വന്നു എന്ന് ഖുറാനിലില്ല. ഇതിനെ മറിച്ച് ഇരുമ്പിനെ കുറിച്ച് പറയുന്ന ഈ അധ്യായത്തിൽ ഇരുമ്പ് വേറെടുത്തും പരാമർശിക്കപ്പെടുന്നുണ്ട്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, ദാവൂദ് നബിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ വഅലന്നാ ലഹുൽ ഹദീദ്, ഇരുമ്പ് അദ്ദേഹത്തിന് നമ്മൾ വളരെ സോഫ്റ്റ് ആക്കി കൊടുത്തു എന്നൊക്കെ പ്രയോഗമുണ്ട്. അതുകൊണ്ട് ആദ്യമായി യുദ്ധായുധ രംഗത്ത് ഈ പടച്ചട്ട നിർമ്മിച്ചതൊക്കെ മഹാത്മാവാണ്, നമുക്കറിയാം. ഈ അധ്യായത്തിന്റെ 25-ാം വചനത്തിൽ ഇരുമ്പിനെ കുറിച്ച് പറയുമ്പോൾ അത് ഉപരിലോകത്തിൽ നിന്ന് അവതരിച്ചു എന്ന് ഖുർആൻ പറയണം. ഉപരിലോകത്തിൽ നിന്ന് അവതരിച്ചു. നേരവണ്ണം നമ്മൾ ചിന്തിച്ചാൽ ഇരുമ്പ് വലിയ ഖനികളിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ്. ഉപരിലോകത്തായിട്ട് അതിന് കാര്യമായി ബന്ധമൊന്നും നമുക്ക് നേരെ കാണാൻ പറ്റില്ല. ഖനികളിൽ നിന്ന് ഇരുമ്പയിര് കുഴിച്ചെടുക്കുന്നു, ചില രാസപ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അത് ഇന്ന് കാണുന്ന ഇരുമ്പും പോലെ സ്റ്റീല് പോലുള്ള ഇരുമ്പും പല മോഡൽ പല ആവശ്യത്തിനുള്ള ഇരുമ്പുകളാക്കി മാറ്റുന്നു. അങ്ങനെയാണ് അതിന്റെ പ്രക്രിയ. പക്ഷെ ഉപരിലോകത്തിൽ നിന്ന് ഇരുമ്പിനിറക്കി എന്ന് ഖുർആൻ പറയണം. വെള്ളിനിറക്കി എന്നങ്ങനെ പറഞ്ഞില്ല, സ്വർണ്ണത്തെ ഇറക്കി എന്നൊന്നും പറഞ്ഞില്ല. സത്യത്തിൽ ഇരുമ്പ് ഉപരിലോകത്തു നിന്നല്ലല്ലോ ഇറങ്ങുന്നത്, നമുക്കിങ്ങനെ കുഴിച്ചെടുക്കണതല്ലേ എന്ന് തോന്നും. നമുക്ക് ആധുനികരാകുന്ന ചെറുപ്പക്കാരൊക്കെ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ വേണമെങ്കിൽ അങ്ങനെ ആലോചിക്കും. എന്താണ് ഖുർആന്റെ മഹത്വം എന്ന് നമ്മൾ അതിൽ നിന്ന് ഒന്നുകൂടെ ഉൾക്കൊള്ളുക. നമ്മൾ പലപ്പോഴും ഖുർആന്റെ ഓരോ പോരിശകളും പ്രത്യേകതകളും പറയാറുണ്ട്. അല്ലാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനുമായി അവതരിക്കുമ്പോൾ അന്ന് ശാസ്ത്രലോകം ശരിക്കും അതിന്റെ ആധുനികതാ പ്രവണത കാണിച്ചു തുടങ്ങിയിട്ട് പോലുമില്ല. ശരിക്ക് അത് KGയിൽ പോക്ക് തുടങ്ങിയിട്ടില്ല. അന്നത്തെ ഒരു കാലത്ത് ഇരുമ്പിനെ കുറിച്ച് പറയുമ്പോൾ മാത്രം, വെള്ളിയെ കുറിച്ച് പറയാൻ പരാമർശം അല്ലെങ്കിൽ സ്വർണത്തെ കുറിച്ച് പരാമർശം ഇല്ലാത്തതുകൊണ്ട് പറയാതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പരാമർശമുണ്ട് പലയിടങ്ങളിൽ. പക്ഷെ അവിടെ ഒന്നും പറയാതെ ഇരുമ്പിനെ കുറിച്ച് പറയുന്നിടത്ത് മാത്രം ഉപരിലോകത്തിൽ നിന്ന് അത് ഇറക്കി അള്ളാഹു എന്നൊരു പ്രയോഗം നമുക്ക് കാണുന്നു. നമ്മൾ സംബന്ധമായി വലിയ പഠനങ്ങളൊക്കെ ഒന്ന് നടത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ശാസ്ത്ര ലോകത്തെക്കുറിച്ച് നമ്മളൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് ഇരുമ്പ് രൂപപ്പെടുന്നത് എന്നൊന്ന് ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഖുർആന്റെ മഹാത്ഭുതത്തിന് മുന്നിൽ നമുക്ക് വിനയാന്യതരാവേണ്ടി വരും. ഇന്ന് ലോകത്തുള്ള ഇരുമ്പ് രൂപപ്പെടണമെങ്കിൽ, അതായത് ഇരുമ്പിന്റെ രണ്ട് സംഗതികൾ, രണ്ട് സെല്ലുകൾ അല്ലെങ്കിൽ രണ്ട് ഘടകങ്ങൾ കൂടിച്ചേർന്ന് ഇരുമ്പാകുന്ന ലോഹം രൂപപ്പെടണമെങ്കിൽ ഇന്ന് ലോകത്തുള്ള മൊത്തം ചൂടിന്റെ 3 ഇരട്ടിയെങ്കിലും വേണ്ടി വരുമെന്നാണ്. അങ്ങനെ വരുമ്പോ ഏതോ ചരിത്രത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ലോകം ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ ദ്രവിച്ച് കരിഞ്ഞ് ചാരായി പോയിട്ടുണ്ടാവും. നിലവിലുള്ള ചൂടിന്റെ 3 ഇരട്ടി ഒന്നിച്ച് സംഭവിക്കാന്ന് പറഞ്ഞാൽ ഈ ലോകം പിന്നെ ഉണ്ടാവില്ല. അപ്പൊ ഈ ലോഹമാകുന്ന ഇരുമ്പ് ലോഹമായിട്ട് ഒരു ഉപയോഗപ്രദമായ വസ്തുവായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ അതിന് ഇന്ന് ലോകത്തുള്ളൊരു ചൂടുകൊണ്ട് പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ലോകത്ത് ധാരാളമായി ഇരുമ്പിന്റെ നിക്ഷേപങ്ങൾ ഉണ്ടാകുന്നത്? ശാസ്ത്രലോകം പരിഭ്രമിച്ചുവെന്നാണ് പല വെബ്സൈറ്റിലും നമുക്ക് കാണാൻ പറ്റുക. പിന്നെ അതിന് നൽകാവുന്ന ഏക മറുപടി, അതിന് നൽകാവുന്ന ഏക ഉത്തരം, ഉൽക്കാപ്രവാഹം വഴി പണ്ടെങ്ങാണ്ട് ഭൂമിയിലേക്ക് ഇരുമ്പൊക്കെ നിക്ഷേപിക്കപ്പെട്ടതാണ് എന്ന് മാത്രമാണ്. ഉൽക്കാപ്രവാഹം വഴി ഭൂമിയിലേക്ക് ഇരുമ്പ് നിക്ഷേപിക്കപ്പെട്ടു. ആ നിക്ഷേപിക്കപ്പെട്ട ഇരുമ്പാണ് നമ്മൾ തരാതരം കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അടിസ്ഥാനപരമായി ഇരുമ്പ് ഈ ഭൂമിയിൽ രൂപപ്പെട്ടതല്ല, അത് മറ്റേതോ ഒരു ഗ്രഹത്തിൽ രൂപപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഉൽക്കാപ്രവാഹങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ അവിടെ ഇവിടെയൊക്കെ വീണതിന് ചെറിയ ഉൽക്കയുടെ കഷ്ണം അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയ റിപ്പോർട്ട് വരും. ആ സമയത്ത് നമ്മൾ കൂടുതൽ താഴേക്ക് വായിച്ചാൽ അത് ഏകദേശം 98-99% ഇരുമ്പായിരിക്കും ഈ ഉൽക്കയിൽ നിന്ന് വീണത്. ഇരുമ്പിന്റെ സ്മെല്ല് പോലും ഉണ്ടാവും ഈ ഫ്രഷ് ഉൽക്ക. നമ്മൾ ഓർന്ന് ചെയ്യാത്ത ഉൽക്കയുടെ കഷ്ണം അങ്ങനെ തന്നെ എടുത്താൽ ഇരുമ്പിന്റെ സ്മെല്ല് പോലും അതിനുണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനുമായിട്ട് വരുമ്പോൾ ശാസ്ത്രലോകം ഇരുമ്പിനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എന്നിട്ടും എങ്ങനെയാണ് ഭൂമിയിൽ ഇരുമ്പിന്റെ വലിയ ശേഖരം ഉണ്ടായതെന്ന് ഈ അധ്യായത്തിന്റെ 25-ാമത് വചനത്തിൽ അള്ളാഹു കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന നിരക്ഷരർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന വിദ്യാഭ്യാസം നേടാത്ത, ഒരു പുസ്തകം പോലും വായിക്കാത്ത, ഒരക്ഷരം എഴുതാത്ത സൂറത്തുൽ അൻകബൂത്തിന്റെ 48-ാമത്തെ വചനം അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു ആള് ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഇത്തരം വിജ്ഞാനങ്ങൾ എങ്ങനെയാണ് തന്റെ ആ വചന സമാഹാരത്തിൽ ഉൾക്കൊള്ളിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഉറക്കെ ചിന്തിക്കുക നമ്മൾ. അതുകൊണ്ടാണ് ഈ ഖുർആന്റെ മഹത്വത്തെ കുറിച്ച് പിന്നെയും നമ്മൾ ആലോചിക്കേണ്ടത്. ഖുർആൻ പാരായണമൊക്കെ പിന്നെയും സജീവാക്കേണ്ടത്. പരിശുദ്ധ റമദാനിലെ ആ ഉഷാറൊക്കെ റമദാനിന് ശേഷവും